So we are dealing with special areas of audit. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കി എന്താ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സ് ഓഡിറ്റ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻസിസ്റ്റ് ഓൺ സബ്മിഷൻ ഓഫ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ സർട്ടൻ ക്ലാസ്സസ് ഓഫ് എസ്എസ്സിസ് ഫോർ ഇൻകം ടാക്സ് പേർപ്പസ്. അതായത് ഇൻകം ടാക്സിൽ എന്താണ് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് പേർപ്പസിന് വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്യണം. അതാണ് ഇൻകം ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്ക് മേ ഇൻസിസ്റ്റ് ഓൺ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഫോർ സാങ്ഷനിങ് ലോൺസ് ടു ബിസിനസ് എൻറ്റിറ്റീസ്. അതേപോലെ ടാക്സ് ഓഡിറ്റ് ഈസ് ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂ ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പോൾ എന്താണ് ഓഡിറ്റേഴ്സ് റോൾ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് എന്നുള്ളത് നോക്കാം. അതായത് ഓഡിറ്റേഴ്സ് റോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കമ്പൽസറി ടാക്സ് ഓഡിറ്റ് ഉണ്ട് സെക്ഷൻ 44AB. പിന്നെ ചില സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടി, സർട്ടിഫൈ ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ആൻഡ് കണ്ടക്ടിങ് സെലക്റ്റീവ് ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 142 ആൻഡ് ഗിവിംഗ് ടാക്സ് അഡ്വൈസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് കൺസൾട്ടൻസി. ഇത് ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഏരിയയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആയി ചോദിച്ചതാണ് ഇൻകം ടാക്സ് ഓഡിറ്റിൻ്റെ ഓഡിറ്റേഴ്സ് റോൾ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്ന് കമ്പൽസറി ഓഡിറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പൽസറി ഓഡിറ്റ് ഏത് ടൈപ്പ് ഓഫ് എസ്എസ്സിസിനാണ് നോക്കാം. അപ്പോൾ കമ്പൽസറി ഓഡിറ്റ് പറയുന്നത് സെക്ഷൻ 44AB Tax audit is done under section 44AB of Income Tax Act 1961 so that the SSC can furnish the income tax returns according to the provisions of Income Tax Act. അപ്പോൾ section 44AB of Income Tax Act prescribes mandatory audit of accounts of certain persons carrying on business or profession. അപ്പോൾ കമ്പൽസറി ഓഡിറ്റ് പറയുന്നത് ചില ആളുകൾക്കാണ്, അതായത് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്യുന്ന സർട്ടൻ ക്ലാസ്സസ് ഓഫ് എസ്എസ്സിസിനാണ് ഈ കമ്പൽസറി ഓഡിറ്റ് പറയുന്നത് സെക്ഷൻ 44AB. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 44AB ഏത് ക്ലാസ്സസ് ഓഫ് എസ്എസ്സിസിനാണ് കമ്പൽസറി നോക്കാം. അക്കോർഡിംഗ്ലി ആ സെക്ഷൻ അനുസരിച്ചിട്ട് എവ്രി പേഴ്സൺ ക്യാരിയിങ് ഓൺ ബിസിനസ് if his sales turnover or gross receipts as the case may be exceed rupees 1 crore in any financial year. ആരാ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്? അവരുടെ ഗ്രോസ് റെസിപ്റ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു വർഷത്തെ എടുത്ത് നോക്കുകയാണ് 1 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ 44AB അനുസരിച്ചിട്ട് അവർ കമ്പൽസറി ഓഡിറ്റ് നടത്തിയിരിക്കണം. മനസ്സിലായോ? അപ്പം ഈ സെക്ഷൻ ഇപ്പം ഈ 2020-21 മുതൽ ഈ ത്രെഷോൾഡ് ലിമിറ്റ് ഇൻക്രീസ് ടു 5 crore ആക്കിയിട്ടുണ്ട്. ഇത്രയും കാലം 1 crore ആയിരുന്നു, അത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി അതേപോലെ ക്യാരിങ് ഓൺ പ്രൊഫഷൻ ആണെങ്കിൽ ഇഫ് ഇസ് ഗ്രോസ് റെസീപ്റ്റ്സ് ഇൻ പ്രൊഫഷൻ എക്സീഡ് rupees 25 lakh ഇൻ എനി പ്രീവിയസ് ഇയർ, അതും ഇപ്പോൾ 50 lakh ആക്കി മാറ്റിയിട്ടുണ്ട്. പ്രൊഫഷൻ ആണെങ്കിൽ അതിൽ നിന്ന് എത്ര കിട്ടിയിരിക്കണം എന്ന് പറയുന്നത് 25 lakhs കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ സെക്ഷൻ 44AB ഓഫ് ഇൻകം ടാക്സ് അനുസരിച്ചിട്ട് കമ്പൽസറി ഓഡിറ്റ് നടത്തണം എന്നുള്ളതാണ്. അതേപോലെ ക്യാരിയിങ് ഓൺ ബിസിനസ് ഇഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ദ ബിസിനസ് ആർ ഡീംഡ് ടു ബി ദ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് സച്ച് പേഴ്സൺ ആൻഡ് ഹി ഹാസ് ക്ലെയിംഡ് ഹിസ് ഇൻകം ടു ബി ലോവർ ദാൻ ദ പ്രോഫിറ്റ്സ് ഓഫ് ഗെയിൻസ് ഓർ ഡീംഡ് ടു ബി ദ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ദ ബിസിനസ് ഇൻ എനി പ്രീവിയസ് ഇയർ. അതായത് ഈ ബിസിനസ് നടത്തുന്ന സമയത്ത് അതിൽ നിന്നുള്ള പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിട്ടാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്? ശരിക്കുള്ള ഇൻകം ടാക്സ് ലിമിറ്റിൽ പറയുന്നതിൽ കുറവായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും, അതായത് ശരിക്കും ആ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടിയതായിരിക്കാം, പക്ഷേ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും ഇറ്റ് മസ്റ്റ് ബി ലോവർ ദാൻ ദ പ്രോഫിറ്റ്സ് ഏൺഡ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിലും ഹി ഷാൾ ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഫോർ സച്ച് പേഴ്സൺസ് ടു obtain before the specified date a report of tax audit in the prescribed form duly signed and verified by an accountant.
അപ്പോൾ ഇതിൽ പറയുന്നത് ഓരോ ഈ ബിസിനസ് പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ സെക്ഷൻ ആർ എക്സ്പ്ലെയിൻ. അതായത് ബിസിനസ് എന്താണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് എ ബിസിനസ് ഇൻക്ലൂഡ് എനി ട്രേഡ്, കോമേഴ്സ് ഓർ മാനുഫാക്ചർ ഓഫ് എനി അഡ്വെഞ്ചർ. നിങ്ങൾ ഇൻകം ടാക്സിൽ പഠിച്ചിട്ടുണ്ടാവും ബിസിനസ്സൊക്കെ എന്താണെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. പ്രൊഫഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എവ്രി പേഴ്സൺ ക്യാരിയിങ് ഓൺ ലീഗൽ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ആർക്കിടെക്ചറൽ പ്രൊഫഷൻ or the profession of accountancy or technical consultancy or interior decoration or any other profession is notified by board. അപ്പോൾ ഇൻകം ടാക്സ് ബോർഡിൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം പ്രൊഫഷനിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് അക്കൗണ്ടൻ്റ് ആരാണെന്നുള്ളതാണ്. അതായത് അക്കൗണ്ടൻറ്റ് സർട്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധാ അക്കൗണ്ടൻറ്റിനെയല്ല, അക്കൗണ്ടൻറ്റ് മീൻസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. പിന്നെ സെയിൽസ് ആൻഡ് ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇൻകം ടാക്സ് ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ ദീസ് 2 ടേംസ് എന്നാണ് പറയുന്നത്. പക്ഷേ ദ ഗൈഡൻസ് നോട്ട് ഇഷ്യൂഡ് ബൈ ICAI സജസ്റ്റ് ദാറ്റ് ദീസ് ടേംസ് ഷുഡ് ബി ഇൻ്റർപ്രറ്റഡ് വിത്ത് റെഫറൻസ് ടു ദിയർ നോർമലി ആക്സെപ്റ്റഡ് കമേഴ്ഷ്യൽ മീനിങ്. അതായത് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ബൈ പ്രോഡക്ട്സ് വരാം, സ്ക്രാപ്പ് വരാം, എല്ലാം വരാം. അതേപോലെ ട്രേഡ് ഡിസ്കൗണ്ട്, സെയിൽസ് റിട്ടേൺസ് ആൻഡ് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ്. നമ്മൾ സാധാ സെയിൽസ് എങ്ങനെയാണോ ഏത് ടേമാണോ യൂസ് ചെയ്യുക അതേ ഇതിൽ തന്നെയാണ്, അല്ലാണ്ട് പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല. ക്യാഷ് ഡിസ്കൗണ്ട്സ് ആൻഡ് ബാഡറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി, അതായത് ബാഡറ്റ്സ് റിട്ടേൺ ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി എക്സ്ക്ലൂഡഡ് ഫ്രം സെയിൽസ്. ഇനി ഇതിൽ പറയുന്ന വേറൊരു ക്ലോസ് എന്താണെന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ടാക്സ് ഓഡിറ്ററാണ്. അതായത് ടാക്സ് ഓഡിറ്റ് ചെയ്യുന്ന ഇറ്റ് ഇസ് കണ്ടക്റ്റഡ് ബൈ എ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആണ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. ഈ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ പാർട്ട്ണർ ഓഫ് എ ഫേം, ഓർ സോൾ പ്രൊപ്രൈറ്റർ കേസിലാണെങ്കിൽ ദ പ്രൊപ്രൈറ്റർ. So the auditor should get a letter of appointment from the SSC for conducting the tax audit. അതായത് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഷുഡ് ബി സൈൻ ബൈ ദ പേഴ്സൺ കോമ്പിറ്റൻറ്റ് ടു സൈൻ ഇൻകം ടാക്സ് റിട്ടേൺസ്. അതായത് ദ ടേം ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ടേം ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ആൻ ഓഡിറ്റർ വൈൽ ആക്സെപ്റ്റിംഗ് ന്യൂ ഓഡിറ്റ്. അതായത് ദ ഓഡിറ്റർ ആക്സെപ്റ്റിംഗ് ദ അസൈൻമെൻറ്റ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഓഡിറ്റർ ഹൂ ഹാസ് ഡൺ ദ ടാക്സ് ഓഡിറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഒരാളെ വെക്കുകയാണെങ്കിൽ അയാൾ പ്രീവിയസ് ഓഡിറ്റർ ആരാണോ അയാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രം വേണം ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ സ്വീകരിക്കാൻ. ഇനി എങ്ങനെയാണ് ഈ ടാക്സ് ഓഡിറ്റർ റിമൂവലാണ് നോക്കാൻ പോകുന്നത്. ടാക്സ് ഓഡിറ്റർ ഷുഡ് നോട്ട് ബി നോർമലി റിമൂവ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ഹവർ SSC ക്യാൻ റിമൂവ് എ ടാക്സ് ഓഡിറ്റർ ഓൺ സം വാലിഡ് ഗ്രൗണ്ട്സ് എന്നാണ് പറയുന്നത്. എപ്പോഴാണ് റിമൂവ് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്പെസിഫിക് പ്രൊസീജിയർ ഒന്നും പറയുന്നില്ല സെക്ഷൻ 44AB. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദ SSC ടു റിമൂവ് ദ ടാക്സ് ഓഡിറ്റർ ഇഫ് ദർ ഇസ് എനി വാലിഡ് ഗ്രൗണ്ട് ഫോർ സച്ച് റിമൂവൽ. ദെൻ സീലിംഗ് ഓൺ ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ്. അതായത് ടാക്സ് ഓഡിറ്റർ ഷാൾ നോട്ട് ആക്സെപ്റ്റ് മോർ ദാൻ 30 ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓഡിറ്റർക്ക് മാക്സിമം എത്ര ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ? 30 ഫേമിൻ്റെത്. അതായത് ഇൻ ദ കേസ് ഓഫ് എ ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഈച്ച് മെമ്പർ ഓഫ് ദ ഫേം ക്യാൻ ആക്സെപ്റ്റ് അപ് ടു 30 അസൈൻമെൻറ്റ്സ്. അതാണ് ഓഡിറ്റ് അസൈൻമെൻറ്റ് സീലിംഗ് പറയുന്നത്. ദെൻ അതായത് ഓഡിറ്റർ ഷാൾ നോട്ട് ആക്സെപ്റ്റ് മോർ ദാൻ 30 ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇഫ് ഇറ്റ് എക്സീഡ്സ് ടു ദ നമ്പർ ഓഫ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് ഇൻ എനി ഫിനാൻഷ്യൽ ഇയർ, ഓഡിറ്റർ ഷാൾ ബി ഡീംഡ് ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റ്. അതിനുള്ള പെനാൽറ്റിയാണ് പിന്നെ പറയുന്നത് സെക്ഷൻ 271B. ഇഫ് എൻ SSC ഫെയിൽസ് ടു ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44AB, he should pay a penalty equal to 0.5% of sales or gross receipts or ₹1 lakh whichever is less. അതായത് 44AB ഈ പറഞ്ഞിരിക്കുന്ന SSCസിന് കമ്പൽസറിയാണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കമ്പൽസറി ഉള്ള അവർ ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 44AB പ്രകാരം ഏത് SSCs ആണോ ഫെയിലായിട്ടുള്ളത് അവർക്കുള്ള പെനാൽറ്റിയാണ് പറയുന്നത്. പെനാൽറ്റി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറയുന്നത്?
0.5% ഓഫ് സെയിൽസ് ഓർ ഗ്രോസ് റെസീപ്റ്റ് അല്ലെങ്കിൽ ₹1,00,000 വിച്ച് എവർ ഇസ് ലെസ്. ഇനി ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ആരാർക്ക് സബ്മിറ്റ് ചെയ്യണം നോക്കാം. അതായത് ടാക്സ് ഓഡിറ്റ് ഷുഡ് സബ്മിറ്റ് എ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പെർട്ടിക്കുലേഴ്സ്. അതിൻ്റെ ഫോർമാറ്റ് ഫോർ ദ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആർ ഗിവൺ ഇൻ റൂൾ 6G ഓഫ് ഇൻകം ടാക്സ് റൂൾസ്. അപ്പം എന്താണ് കമ്പൽസറി ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 44AB മനസ്സിലായല്ലോ. അപ്പോൾ ഈ ടാക്സ് ഓഡിറ്ററുടെ ഒരു ഇത് കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റേഴ്സ് റോൾ അയാൾ ചെയ്യേണ്ട ഒരു പണിയാണ്. 44AB അനുസരിച്ചിട്ട് കമ്പൽസറി ടാക്സ് ഓഡിറ്റ് നടത്തുക സെർട്ടൻ ക്ലാസ്സസ് ഓഫ് SSCസിന്. ഇനി രണ്ടാമത് പറയുന്നത് ഓഡിറ്റേഴ്സ് റോൾ പറയുന്നത് എന്താണ്? സർട്ടിഫൈയിങ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില എല്ലാവർക്കും ഈ ഡിഡക്ഷൻസ് ഒന്നും കിട്ടൂല. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട് ഇതിൽ ഡിഡക്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഓഡിറ്റ് ചെയ്തിരിക്കണം, ടാക്സ് ഓഡിറ്റ് നടത്തിയിരിക്കണം. അപ്പോൾ ഇൻകം ടാക്സ് ഓഡിറ്റർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് ഇൻകം ടാക്സ് ആക്ട് ഗീവ്സ് എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് ഫോർ വേരിയസ് ഇൻകംസ്. അതായത് സെക്ഷൻ 10 and 11 പ്രൊവൈഡ് ഫോർ എക്സംഷൻ ഓഫ് സർട്ടൻ ഇൻകംസ്. ഇതൊക്കെ നിങ്ങൾ എക്സംപ്റ്റഡ് ഇൻകംസ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ സച്ച് എക്സംപ്റ്റഡ് ഇൻകം വിൽ ബി ഔട്ട്സൈഡ് ദ purview ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് എന്നാണ് പറയുന്നത്. So in the case of deductions, certain amounts will be allowed to be deducted from individual heads of income and from or gross total income. According to Income Tax Act, certain conditions are to be fulfilled for claiming exemptions and deductions. അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാനുണ്ട്, ഡിഡക്ഷൻസ് അവെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സംഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സബ്മിഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഫ്രം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആർ എസെൻഷ്യൽ ഇൻ ദിസ് റിഗാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഓരോരുത്തർക്കും ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓഡിറ്റ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് ആണ് ആദ്യം പറയുന്നത്. സെക്ഷൻ 11 ഓഫ് ഇൻകം ടാക്സ് ആക്ട്, അതായത് അതനുസരിച്ചിട്ട് സെർട്ടൻ ഇൻകം ഓഫ് പബ്ലിക് ട്രസ്റ്റ് ഫോർ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ഇൻകംസ് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻകം ടാക്സിന്. ബട്ട് ദിസ് എക്സംഷൻ ഇസ് സബ്ജക്റ്റ് ടു ഫുൾഫിൽമെൻറ്റ് ഓഫ് സെക്ഷൻ 12A ഓഫ് ദി ആക്ട്. അതായത് 12A പറയുന്നത് എപ്പോഴാണ് എക്സംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേർ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ട്രസ്റ്റ് exceeds ₹50,000 during the previous year, and the accounts of the trust are to be audited by a chartered accountant. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ബി പ്രിപ്പയർഡ്, അതായത് ഫോം നമ്പർ 10B അനുസരിച്ചിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, ഓഡിറ്റ് ട്രസ്റ്റിന് ഇൻകം ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നുള്ളൂ. അതായത് ഇൻകം ടാക്സ് ഡിഡക്ഷൻ കിട്ടണമെന്ന് വെച്ചാൽ അവരുടെ ഇൻകം എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, 50,000 എക്സീഡ് ചെയ്യാനും പാടില്ല. അതേസമയം അക്കൗണ്ട്സ് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണം. ഓക്കെ, പിന്നെ ഉള്ളത് വരുന്നത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35D ആണ്. അതായത് 35Dയിൽ ഇൻകം ടാക്സ് ആക്ടിൽ ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നത് പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഓർ എക്സ്റ്റൻഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആണ്. ദിസ് ഡിഡക്ഷൻ ഇസ് അഡ്മിസിബിൾ ഓൺലി ഇഫ് ദി അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എക്സെപ്റ്റ് in the case of a company or cooperative society which are subject to statutory audit. ഇപ്പോൾ സെക്ഷൻ 35D അനുസരിച്ചിട്ടും അതേമാതിരി 36E പറയുന്നുണ്ട് ഇത് പ്രകാരം ഇൻകം ഡിഡക്ഷൻ കിട്ടുന്നത് ഏതിനാണ്? ഡിഡക്ഷൻ റിഗാർഡ്സ് സം പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ ഈ ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരും നിർബന്ധമായിട്ടും ടാക്സ് ഓഡിറ്റ് നടത്തിയിരിക്കണം. പിന്നെ പറയുന്നത് ഞാൻ രണ്ടും ഒരുമിച്ച് പറഞ്ഞതാട്ടോ, 35Dയും Eയും കൂടെ ഒരുമിച്ച് കഴിഞ്ഞ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80HH. അപ്പോൾ 80HHൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് എ ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഓർ ഹോട്ടൽ സെറ്റപ്പ് ഇൻ ബാക്ക്വേർഡ് ഏരിയ. ബാക്ക്വേർഡ് ഏരിയയിൽ സെറ്റപ്പ് ചെയ്ത ഹോട്ടൽസോ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സോ ഉണ്ടെങ്കിൽ അവർക്ക് സെക്ഷൻ 80HH പ്രകാരം ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതായത് 80HHൽ പറയുന്നത് ഡിഡക്ഷൻ അലൗഡ് ടു ദി SSC ഫ്രം ഹിസ് ടോട്ടൽ ഇൻകം
of a sum of equal to 20% of profit of such project in backward areas എന്നാണ്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ബി അതിന് വേണ്ടിയിട്ട് ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇത് പ്രകാരം ഉണ്ടായിരിക്കണം, ഫോം നമ്പർ 10C പ്രകാരം ഇതാക്കിയാൽ മാത്രമേ ഉള്ളൂ സെക്ഷൻ 80HH പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ദിസ് ഡിഡക്ഷൻ ഇസ് അലൗഡ് ഫോർ എ പീരിയഡ് ഓഫ് 10 years ഫ്രം ദ ഇയർ ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. ഇനി HHAയിൽ പറയുന്നത് ഏത് ഡിഡക്ഷനെ കുറിച്ചിട്ടാണ്? ഇൻകം ടാക്സ് ആക്ട് പ്രൊവൈഡ്സ് ഫോർ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ റൂറൽ ഏരിയ. അതായത് റൂറൽ ഏരിയയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന വല്ല ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ് 80HHAയിൽ പറയുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്. ഈ HHBയിൽ പറയുന്നത് ഏതാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ദി എക്സിക്യൂഷൻ ഓഫ് എ ഫോറിൻ പ്രോജക്റ്റ്. അതായത് HHBയിൽ പറയുന്നത് ഏതാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഇഫ് എൻ ഇന്ത്യൻ കമ്പനി ഓർ എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഡിറൈവ്സ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം പ്രോജക്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അതിൽ എ പാർട്ട് ഓഫ് ദ ഇൻകം ഇസ് ഡിഡക്റ്റബിൾ ഫ്രം സച്ച് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം 2001 to 2004 ആൻഡ് നോ ഡിഡക്ഷൻ വിൽ ബി അലൗഡ് ആഫ്റ്റർ 2004 ആൻഡ് സബ്സിക്വൻറ്റ് ഇയേഴ്സ്. അപ്പോൾ ആ ഒരു പീരീഡിൽ മാത്രമുള്ള ഇൻകത്തിനാണെങ്കിലേ ഉള്ളൂ ആ ഡിഡക്ഷൻ കിട്ടുന്നുള്ളൂ. അതായത് പ്രോഫിറ്റ് സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ അവിടെ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80HHC ആണ് പറയുന്നത്. 80HHCയിൽ പറയുന്നത് ഏതാണ്? ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ ഇന്ത്യൻ കമ്പനി ഓർ എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എൻഗേജ്ഡ് ഇൻ എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ഓർ മെർക്കൻഡൈസ് an amount equal to profit made from the export business. അപ്പോൾ എക്സ്പോർട്ട് ബിസിനസ് നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് 80HHC പ്രകാരം ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. അമാതിരി എന്താ പറയുക ഡിയിൽ പറയുന്നത് എന്താണ്? ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ ഇന്ത്യൻ കമ്പനി ഓർ എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് എ ഹോട്ടൽ ഓർ ഓഫ് ടൂർ ഓപ്പറേറ്റർ ഓർ ഓഫ് എ ട്രാവൽ ഏജൻറ്റ് എ സ്പെസിഫൈഡ് എമൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം പ്രൊവൈഡിങ് സർവീസസ് ടു ഫോറിൻ ടൂറിസ്റ്റ്. ഈ ഗണത്തിൽപ്പെട്ട ഹോട്ടൽസ് അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്ററൊക്കെ ഫോറിൻ ടൂറിസ്റ്റിന് എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻകം എക്സംപ്റ്റഡ് ആണ്. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80HHEയിൽ പറയുന്നത് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ ഇന്ത്യൻ കമ്പനി ഓർ എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് എക്സ്പോർട്ട് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ or providing technical service outside in connection with the development or production of computer software. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇന്ത്യൻ്റെ പുറത്തേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്? എക്സംപ്റ്റഡ് ആണെന്നാണ് പറയുന്നത് അണ്ടർ സെക്ഷൻ 80HHE പ്രകാരം. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഡക്ഷൻസ് ആണ് ആർക്കുള്ളത്? ചില ക്ലാസ്സസ് ഓഫ് SSCസിനുള്ളത്, അതായത് എക്സംഷൻസ് ഉള്ളത്. അപ്പോൾ ഈ എക്സംഷൻസ് ഒക്കെ സർട്ടിഫൈ ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഓഡിറ്റർക്കാണ്. ഓക്കെ, ഇനി ഓഡിറ്റേഴ്സ് റോളിൽ വരുന്ന മൂന്നാമത്തതാണ് സെലക്റ്റീവ് ടാക്സ് ഓഡിറ്റ്. അതായത് സെക്ഷൻ അണ്ടർ ഏത് പ്രകാരമാണ്? ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 142(2)A അനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, if at any stage of the proceedings before him the assessing officer is of the opinion that it is necessary to do so, he may direct the assessee to get the accounts audited by an accountant. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അസസിങ് ഓഫീസർക്ക് ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ അസസീൻ്റെ അടുത്ത് പറയാം ടാക്സ് ഓഡിറ്റ് നടത്തി വരണം എന്നുള്ളത്. ഫോർ ഗിവിംഗ് സച്ച് എ ഡയറക്ഷൻ ദ അസസിങ് ഓഫീസർ ഷുഡ് ഗെറ്റ് പ്രയർ അപ്രൂവൽ ഓഫ് ദി ചീഫ് കമ്മീഷണർ or commissioner of income tax, and the accountant will be nominated by the chief commissioner. And last one is auditors role വരുന്നതാണ് ടാക്സ് കൺസൾട്ടൻസി. ടാക്സ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഏതാണ്? അതായത് അത് ഓഡിറ്റർ ബൈ വെർച്യൂ ഓഫ് ഹിസ് വൈഡ് നോളജ് ഇൻ ടാക്സ് മാറ്റേഴ്സ് ക്യാൻ ഫങ്ഷൻ ആസ് എ ടാക്സ് കൺസൾട്ടൻറ്റ് ഓർ ടാക്സ് അഡ്വൈസർ. അതായത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല വിവരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ടാക്സ് ഓഡിറ്റർക്ക് വേണമെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട്, അതായത് ഉപദേശങ്ങൾ കൊടുക്കുക ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഓരോ ഫേമിനാണെങ്കിലും കമ്പനിക്കാണെങ്കിലും. അപ്പോൾ എവറി പേഴ്സൺ ഈസ് അലൗഡ് ബൈ ലോ ടു അറേഞ്ച് ഹിസ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഇൻ സച്ച് എ മാനർ that his tax liability is either fully avoided or reduced to the minimum.
അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം, ടാക്സ് പ്ലാനിങ് നടത്താം. അതായത് ഹി ക്യാൻ പ്ലാൻ ഹിസ് അഫയേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഹി ക്യാൻ ക്ലെയിം മാക്സിമം എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ്. ആൻഡ് ഓഡിറ്റർ കംസ് ടു ദി അസിസ്റ്റൻസ് ഓഫ് ദി SSC ടു റെഡ്യൂസ് ടാക്സ് ബേർഡൻ ത്രൂ ലോഫുൾ മീൻസ്. അപ്പോൾ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഏതൊക്കെയാണ് ടാക്സ് ഡിഡക്ഷൻസ്, എക്സംഷൻസ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുത്തെങ്ങാണ്ട് ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കാം. അപ്പോൾ ഓഡിറ്റേഴ്സ് റോള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും എഴുതി വെക്കണം. ഇതാണ് എസ് എ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ?